ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദ പങ്കജം. ഓം ഗം ഗണപതയേ നമഃ. വിഘ്നേശ്വരൻ്റെ പാദപങ്കജങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. എല്ലാ വിഘ്നങ്ങളും തീർക്കുന്ന ഈശ്വരനാണ് വിഘ്നേശ്വരൻ, വിനായകൻ, ഗണേശൻ. ലോകമെമ്പാടുമുള്ള ഗണേശഭക്തന്മാർ വലിയ പ്രാധാന്യത്തോടുകൂടി ആചരിച്ചു വരുന്ന, സഹസ്രാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഒരു മഹോത്സവമാണ് ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥി. ഇന്ന് ഇന്ത്യയിൽ നിന്നല്ല, ലോകം മുഴുവനും വളരെ പ്രാധാന്യത്തോടുകൂടി ഗണപതി ഭക്തർ ഇത് ആചരിച്ചു വരുന്നു. പ്രത്യേകിച്ച് വളരെയധികം പ്രാധാന്യം കാണുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. മഹാരാഷ്ട്രയിൽ ഒരു വലിയ ചടങ്ങാണിത്. ഗണപതി ബപ്പ മോദയ എന്ന് പറഞ്ഞുകൊണ്ട് അവസാന ദിവസം ഗണപതിയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്ന ഒരു സവിശേഷമായ ചടങ്ങ്. ലക്ഷക്കണക്കിന് ഭക്തർ അതൊരു ഉത്സവമായി ആഘോഷിക്കുന്നു. ഗണപതിക്ക് മോദകവും ഒക്കെ കൊടുത്തുകൊണ്ട് നിത്യവും വീട്ടിൽ വലിയ ചടങ്ങാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി. ഈ വർഷം വിനായക ചതുർത്ഥി വരുന്നത്, എല്ലായ്പ്പോഴും വിനായക ചതുർത്ഥി വരിക ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിനത്തിലാണ്. നമ്മുടെ പുത്തൻ മാസം ഇപ്പോൾ 1201, ഈ ചിങ്ങമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി തിഥിയിലാണ് നാം വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത്. ജ്ഞാനവും സമാധാനവും സമൃദ്ധിയും ഈ ഗണേശനെ സമാരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും വലിയ സവിശേഷത. എല്ലാ വിഘ്നങ്ങളെയും അകറ്റി ഒരു ഭക്തന് അഭയത്തിൻ്റെ ഒരു പൂർണ്ണത നൽകുവാൻ പ്രാപ്തനാകുന്നു ഗണേശൻ. അതുകൊണ്ടാണ് ഏത് ചടങ്ങിനും വിനായകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രം നാം എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്നത്. ഓം ഗം ഗണപതയേ നമഃ, ഈ ഒരു മൂലമന്ത്രത്തിലൂടെ ആ ഗണപതിയുടെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത ഭക്തർക്ക് ലഭിക്കുവാൻ പര്യാപ്തമാകുന്നു. ഈ വർഷം ഗണേശ ചതുർത്ഥി വരുന്നത് 1201 ചിങ്ങമാസം 11-നാണ്. അതായത് 2025 ഓഗസ്റ്റ് മാസം 27-ാം തീയതി. ഇവിടെ നക്ഷത്രത്തിന് പ്രാധാന്യമില്ല. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി 4-ാമത്തെ ദിനമാണ് വിനായക ചതുർത്ഥിയായി നാം ആഘോഷിക്കുന്നത്. ഗണപതി ഭഗവാൻ ജനിച്ചുവെന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഈ വിനായക ചതുർത്ഥി എന്ന് നാം പറയുന്നത്. ഈ വർഷം വിനായക ചതുർത്ഥിക്ക് ഗണപതി ഭഗവാനെ, ഗണേശ ഭഗവാനെ ആരാധിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം മധ്യാഹ്നം ബുധനാഴ്ച രാവിലെ 11:05-നും 1:40-നും ഇടയിലുള്ള സമയമാകുന്നു. 2 മണിക്കൂറും 34 മിനിറ്റും ദൈർഘ്യമുള്ള ഈ സമയത്താണ് ഗണപതി ഭഗവാൻ ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഭക്തരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു മേൽപ്പറഞ്ഞ സമയം. വിനായക ചതുർത്ഥിയിലൂടെ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിലൂടെ വളരെയധികം പോസിറ്റീവായ വൈബ്രേഷൻ കൊണ്ടുവരാൻ കഴിയുന്നു. അപ്രകാരം തന്നെ ജീവിതത്തിൽ വിജയവും സമാധാനവും എല്ലാ വിഘ്നങ്ങളും അകറ്റുവാനും മേൽപ്പറഞ്ഞ സമയം വളരെയധികം ഒരു ഭക്തന് സഹായകരമാകുന്നു എന്ന ഉത്തമ വിശ്വാസമാണ് ഈ ഗണപതി ചതുർത്ഥിയുടെ ആഘോഷത്തിന് പിന്നിലുള്ള ചരിത്രം, ഐതിഹ്യം. പ്രധാനമായും ഗണപതിക്ക് ഇഷ്ടപ്പെട്ട മോദകങ്ങൾ, മധുര പലഹാരങ്ങൾ, ദർഭപ്പുല്ല്, പഴങ്ങൾ, പൂക്കൾ, ഗണപതി ഭഗവാൻ ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ കൊണ്ട് ഗണപതിയെ ആരാധിക്കുക, പൂജിക്കുക. ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ. ഓം ഗണപതി ബപ്പ മോദയ. നന്ദി, നമസ്കാരം.